നമ്മുടെ കൊച്ചിയിൽ കുണ്ടന്നൂർ ഭാഗത്ത് പോകുമ്പോൾ ഒരു ചരിഞ്ഞു നിൽക്കുന്ന ഫ്ലാറ്റില്ലേ, അതിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. അവിടെ ഇപ്പോഴും അർജുൻ സാറ് മുകളിൽ കണക്ക് നോക്കുന്നുണ്ടോ. പലപ്പോഴും അതിൽ ഒരുപാട് കഥകൾ അതിന്റെ കമന്റ് സെക്ഷനിൽ വരുന്നുണ്ട്. ഇങ്ങനെ അവിടെ നിൽക്കുന്നു, കാണുന്നു. ഇത്രയും നാളായിട്ട് പുള്ളി കണക്ക് നോക്കി തീർന്നില്ല ഈ ചരിഞ്ഞ ബിൽഡിംഗിൽ. ഇപ്പൊ കുറെ ആളല്ലേ പണിയൊന്നും ഇല്ലാതെ കിടക്കണേ. അദ്ദേഹം അവിടെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് മറ്റേ ടാലി, മറ്റേ EX ജനറേഷൻ നെക്സ്റ്റ്, അങ്ങനെ പുതിയ പുതിയ സോഫ്റ്റ്വെയർ നമുക്ക് കൊണ്ട് കൊടുക്കാം. പണി താങ്കൾക്ക് അറിയുമെന്ന് അറിയില്ല. ഇപ്പോഴും ചങ്ങനാശ്ശേരി ഒരു ബിൽഡിംഗ് കിടക്കുന്നുണ്ട്, റെന്റിന് പോകില്ല. എന്താ കാര്യം എന്നറിയും? എന്താ കാര്യം എന്നറിയും? അവിടെ റെന്റിന് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെല്ലാം മുടിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ അങ്ങനെ ഒരു ട്രെയിനിൽ നിന്ന് ചാടിയിട്ടില്ല. അതായത് മറ്റേ പ്ലാറ്റ്ഫോം ദൂരെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ഈ ട്രെയിനിൽ നിന്ന് ചാടുമ്പോ എന്റെ മറ്റേ വലിയ ബാഗ് ഉണ്ടെന്ന് ഞങ്ങളത് ആലോചിക്കണം. എന്റെ സുഹൃത്ത് ശരിക്കും പറഞ്ഞാൽ ആ ബാഗ് ഞാൻ അവൻ്റെയിലേക്ക് കൊടുക്കുമ്പോൾ അവനവിടെ വീണ്, എന്നിട്ട് അവൻ ബാഗ് വിട്ടില്ല. പാവം എന്നുള്ള ആത്മാർത്ഥില്ല. അതിന്റെ അവിടെ നിന്ന് ഞാൻ ചാടി. ഇതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നുവരെയും ചെയ്തിട്ടില്ല, ഇന്നുവരെ. അപ്പോൾ ആളിങ്ങനെ ഹൗസിൽ നിൽക്കുമ്പോൾ രാത്രി വെള്ളിയാഴ്ചകളിൽ മാത്രമേ ഇവള് അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും. അമ്മ കിടക്കല്ലേ, എനിക്ക് 12 മണിക്ക് ഭയങ്കര പേടിയാ. 12 മണി, വെള്ളിയാഴ്ച 12 മണി എന്ന് പറയുന്നത് കുട്ടി ചെറുപ്പം പോലെ കേൾക്കുന്നത് അന്ന് പ്രേതം വരുന്ന സമയമാണ്. ബോംബേക്ക് പോയിന്ന് വെച്ചു. ഏത് ബിൽഡിംഗ് കിഴക്കോട്ടിരിക്കണം പടിഞ്ഞാറോട്ടിരിക്കണം ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ഒരു ഫ്ലാറ്റ് എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും ഞാൻ താമസിച്ചോളാം. കാരണം അവിടുത്തെ ഏറ്റവും മറ്റേ അലപ്രായിട്ടുള്ള ഒരു ഫ്ലാറ്റിന് തന്നെ 1.5 കോടി 2 കോടി രൂപ വരും. അപ്പൊ എങ്ങനെയെങ്കിലും എന്ത് ചെയ്താൽ. ഇതിൽ എന്നെ പറയുന്ന അടുത്ത വാചകം എന്ന് വെച്ചാൽ ബോഡി, മൈൻഡ്, എനർജി, കോൺഷ്യസ്നെസ്. ഇതാണ് എന്തുള്ളത്, ബോധമുള്ള എനർജിയാണ്. ഈ ശരീരം പോകും. ഇപ്പൊ ശരീരം മരിച്ചു കഴിഞ്ഞാലും എനർജി അവിടെ തന്നെ ഉണ്ടാവും. അതിന് പുള്ളിക്കാരി ക്വാണ്ടം ഫിസിക്സിനൊക്കെ പറയുന്നുണ്ട്. അതായത് എനർജി അങ്ങനെ പെരിഷ് ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണെന്നൊക്കെ. പിന്നെ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കാൻ സഹായിച്ച ഒരാൾ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മോഹൻലാൽ. സർ, ഒരുപാട് തരത്തിലുള്ള നമ്മുടെ പാരാസൈക്കോളജി കാര്യങ്ങളൊക്കെ ഒരുപാട് ഇപ്പോൾ വീണ്ടും റിസർച്ച് സ്റ്റഡീസ് ഒക്കെ ആയിട്ട് വരുന്നൊരു സമയമാണ്. ലെന, നമ്മുടെ ആക്ട്രസ് ലെന ജീൻസും ജുബയും ഇട്ട ഒരു ആത്മാവിനെ കണ്ടു എന്നൊരു വെളിപ്പെടുത്തൽ നടത്തുകയാണ് ഒരു അഭിമുഖത്തില്. ആത്മാവിന് നമുക്ക് അങ്ങനെ ആത്മാവ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണോ അതോ യാഥാർത്ഥ്യമാണോ, അത് ഉണ്ടോ ഇല്ലയോ? പാരസൈക്കോളജി പോലും നമ്മളിപ്പോൾ അംഗീകരിച്ച് തുടങ്ങിയിട്ടില്ല, ഒരു സ്റ്റഡി ബ്രാഞ്ച് ആക്കിയിട്ടില്ല. ആ ഒരു സന്ദർഭത്തിൽ ആത്മാവിനെ കണ്ടു എന്നാണ് അവർ പറയുന്നത്. അതിനെ ന്യായീകരിച്ചും പിന്തുണച്ചും ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വരുന്നുമുണ്ട്, സമാന അനുഭവങ്ങൾ പങ്കുവെക്കുന്നവരുമുണ്ട്. ശരിക്കും ലെന കണ്ട ആത്മാവ്? ലെന ഒരാത്മാവിനെ അല്ല, ശരിക്കും പറഞ്ഞാൽ ലെന 2 ആത്മാവിനെ കണ്ടു. അതിൽ ഒരാത്മാവിൻ്റെ പേരെനിക്കറിയാം, ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അത് ജുബയും മറ്റേ ജീൻസും ഇട്ടിട്ടുള്ള ഒരു ആത്മാവാണ്. കൂടാതെ ആത്മാവ് ഡീസൻ്റാണ്. കാരണം എന്താ വെച്ചാൽ ആത്മാവിൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ സാധനങ്ങളൊക്കെ വെറുതെ അലപ്പറായിട്ട് ഇട്ടാൽ പോരാ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ബാഗ് ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാനതിൻ്റെ 2 പാട്ടും കണ്ടാണ്. ലെന തന്നെ പറയുന്നത് ആത്മാവിൻ്റെ കളർ എന്താണെന്ന് ചോദിക്കുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആണെന്നുള്ളൂ. അപ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ പിന്നെ എങ്ങനെ ജുബയും ജീൻസും ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ട്രാൻസ്പെറന്റ് ജുബയും ജീൻസും ആണെന്ന് എനിക്കറിയില്ല. അതെന്തായാലും അവിടെ നിൽക്കട്ടെ, ആ താക്കോൽ അവിടെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് പുള്ളിക്കാരിക്ക് ഇതൊക്കെ കാണാൻ പറ്റിയ എങ്ങനെയാണെന്ന് വെച്ചാൽ ടോക്ക് ടു ദ എൻറ്റിറ്റീസ് എന്ന് പറയുന്നൊരു ബുക്കും എന്ത് ചെയ്തു, വായിച്ചു. ഈ ടോക്ക് ടു ദ എൻറ്റിറ്റീസ് എന്ന് വായിക്കുമ്പോൾ മറ്റേ മറ്റേ കോവിഡ് സമയത്തൊരു പാട്ടിറങ്ങില്ല, ആ പാട്ടാണ് എനിക്ക് ഓർമ്മ. അതായത് മറ്റേ ആ പാട്ടി പറഞ്ഞിട്ടുണ്ടായില്ല, അതായത് പിന്നെ ഒരു ആംലേറ്റ് ഇനി എന്ത് വേണോടാന്ന് ചോദിക്കുന്നത് എന്തുണ്ട്, ഒരു പാട്ടുണ്ടായിരുന്നു ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ ആ പാട്ടാണ് എനിക്ക് ഓർമ്മ. അതവിടെ നിൽക്കട്ടെ. ഈ ടോക്ക് ടു ദ എൻറ്റിറ്റീസ് തുറന്ന് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഈ ആത്മാക്കളെ കാണാനും അവരോട് സംവദിക്കാനും ഒക്കെ തുടങ്ങി എന്നുള്ളതാണ്. ടോക്ക് ടു ദ അതെല്ലാം ഓപ്പൺ ചെയ്തിട്ട് ഇത് ടോക്ക് ടു ദ എൻറ്റിറ്റീസ് ആണ്. അപ്പോൾ ടോക്ക് ടു ദ എൻറ്റിറ്റീസ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി തന്നെ അത് ക്ലോസ് ചെയ്തു എന്നാണ്. ആ കഴിവ് അതെന്താ വേണ്ടെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഉള്ള മനുഷ്യരെ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഇനി മരിച്ചു പോയിട്ടുള്ളവരെയും കൂടി എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. സത്യത്തിൽ മറ്റേ ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്, മറ്റേ ഹരിസ് ദേശവന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇതാണ് എൻ്റെ വിഷയം. പിന്നെ ലെന മോശക്കാരിയൊന്നുമല്ല. ലെന
ലെനയുടെ ബയോഡാറ്റയൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് ലെന BSc റാങ്ക് മേടിച്ച ഒരാളാണെന്നാണ്. കൂടാതെ ക്ലിനിക്കൽ സൈക്കോളജിയിൽ 5 കൊല്ലം പഠിച്ചിട്ടുള്ള ഒരാളാണെന്നാണ്. അപ്പോൾ ലെന പുതിയൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് മെനോപോസിനെ കുറിച്ചൊക്കെ കുറച്ച് ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്ക് എഴുതിയ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷേ ലെന പറയുന്ന കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ്. ലെനയുടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ മുന്നോട്ട് വെക്കാം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് സെല്ലിംഗ് പോയിന്റ് ഉണ്ട്. ഒരുപാട് ആളുകൾ ഇത് കേൾക്കാനുണ്ടാവും. നമുക്കെപ്പോഴും ഈ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മതങ്ങൾ എന്ന് പറയുന്നത് തന്നെ പുനർജന്മവുമായി ബന്ധപ്പെട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഹൂറികളുണ്ടാവും, മറ്റേ മദ്യപ്പുഴ ഒഴുകും എന്നൊക്കെ പറയുന്ന വിശ്വാസം. അതേപോലെ സ്വർഗവും നരകവും ഉണ്ടാവും, അവിടെ എന്ത് ചെയ്യും, അവിടെ പോകും എന്നുള്ള വിശ്വാസം. ഇങ്ങനെ ഇതിൻ്റെ ബേസിലാണ് മതങ്ങളൊക്കെ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് ആരും വിശ്വസിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. പക്ഷെ ഇത്തരത്തിൽ വിശ്വസിക്കാനൊക്കെ ആളുകൾ ഒരുപാട് പ്രേതകഥകൾ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. ഇപ്പൊ ലോക സിനിമ ഇറങ്ങിയില്ലേ? ലോക സിനിമയൊക്കെ എന്താണ്, മറ്റേ നിങ്ങൾ 20 കൊല്ലം ഒരു രാജ്യത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്, ഞാൻ പ്രായമുണ്ട് ഇതാന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അപ്പൊ അതുകൊണ്ട് ലെന പറയുന്ന ആളുകളെ കേൾക്കും. പിന്നെ ലെനയുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്, ഇന്റർവ്യൂ നടത്തിയ ആ പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പെൺകുട്ടിയുടെ പേര് നൂർ എന്നാണ്. അപ്പൊ നൂറും ഇതുപോലെ ആളുകളെ കാണുന്നതാണ്. ഇന്നലെ പിന്നെ കൂടി 2 പേരെ എന്ത് ചെയ്തിട്ടേ ഉള്ളു, കണ്ടിട്ടേ ഉള്ളൂ. 2 ആത്മാക്കളെ കണ്ടിട്ടേ ഉള്ളു. ശരിക്കും പറഞ്ഞാൽ ആത്മാക്കൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ ആത്മാക്കളിലും നല്ല ആളുകളും ചീത്ത ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല ആളുകളെ മാത്രമേ ലെന കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാം? പ്രശ്നം നമ്മുടെ മനസ്സിലെ ചിന്തകൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. ഈ മാന്നാർ മത്തായി സ്പീക്കിംഗ് മറ്റേ റാംജി റാവ് സ്പീക്കിംഗ് എന്താ പറഞ്ഞ സിനിമയിലൊരു രംഗമുണ്ട്. ആ രംഗത്തിൽ മറ്റേ പുള്ളി പറയുന്നുണ്ട്, വാഴയുടെ ഇല അനങ്ങനാകുമ്പോൾ നമുക്ക് ആളായിട്ട് തോന്നും. എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും അത്. കാരണം നമ്മൾ ഭയന്ന് നോക്കുമ്പോഴാണ് അങ്ങനെ ഇല അനങ്ങുമ്പോൾ ആളായിട്ട് തോന്നുന്നത്. അപ്പോൾ വേഗം തന്നെ മറ്റേ ഈ ഇന്നസെന്റ് ചോദിക്കുന്നുണ്ട്, അതായത് ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സായികുമാർ പറയുന്നുണ്ട്, അത് വാഴയാണ് മത്തായിച്ചാന്ന് പറയുന്നുണ്ട്. വാഴയാണെങ്കിൽ അത് വാതുറന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കാം. അതായത് നമ്മുടെ ലോജിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തില്ല, നമുക്ക് ഭയം നമ്മുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറിയാൽ അത് വാഴയാണെന്നും, വാഴ ഇന്ന് വരെ വാതുറന്നിട്ടില്ലെന്നും, വാഴക്ക് വായില്ലെന്നും, വാതുറന്ന് സംസാരിക്കാൻ വാഴക്ക് പറ്റിയിട്ടില്ലെന്നും, അല്ലെങ്കിൽ വാഴ ആരോടെങ്കിലും ഒക്കെ കൊല വെട്ടിക്കൊണ്ട് പോടാ എന്ന് പറയില്ലെന്നും ഒക്കെയുള്ള സാമാന്യ ബുദ്ധി നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ സാമാന്യ ബുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മൾ ഇതുപോലെയുള്ള പല കാര്യങ്ങളും നീ പറയും. ഇതിൽ ലെന പറയുന്ന അടുത്ത വാചകം എന്ന് വെച്ചാൽ ബോഡി, മൈൻഡ്, എനർജി, കോൺഷ്യസ്നസ്. ഇതാണ് എന്തുള്ളത്, ബോധമുള്ള എനർജിയാണെന്ന്. ഈ ശരീരം പോവും. ഇപ്പം ശരീരം മരിച്ചു കഴിഞ്ഞാലും എനർജി അവിടെ തന്നെ ഉണ്ടാവും. അതിന് പുള്ളിക്കാരി ക്വാണ്ടം ഫിസിക്സിനൊക്കെ പറയുന്നുണ്ട്. അതായത് എനർജി അങ്ങനെ പെരിഷ് ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണെന്നൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കാൻ സഹായിച്ച ഒരാൾ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മോഹൻലാൽ എന്ന്. മോഹൻലാൽ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് വിഖ്യാൻ ഭൈരവ് തന്ത്ര എന്ന് പറഞ്ഞൊരു ബുക്ക് കൂടി സജസ്റ്റ് ചെയ്തു. അത് ആരുടെ ബുക്കാണെന്നറിയാം? അത് ഓഷോ രജനീഷിൻ്റെ ബുക്കാണ്. ആ ബുക്കിൽ 112 മെഡിറ്റേഷൻ ടെക്നിക്സ്. അപ്പോൾ അതൊക്കെ കൂടി പുള്ളിക്കാരി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൻഡ് സ്വിച്ച് ഓഫ് ചെയ്യാം, ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം. ആ സ്വിച്ച് ഓഫ് ചെയ്യുന്ന വളരെ അനുഭൂതികളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറാം. ശരിക്കും സയന്റിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ സയൻസിൽ അങ്ങനെ ഒരു ഷട്ട് ഡൗൺ പ്രോസസ്സ് പറയുന്നുണ്ട്. ശരിക്കും നമ്മുടെ മൈൻഡിന് താങ്ങാൻ പറ്റാത്തൊരു കാര്യം വരുമ്പോൾ നമുക്കത് അടുത്ത ലെവലിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ മൈൻഡ് തന്നെ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ശരിക്കും ഉണ്ട് അതിനകത്ത്. പക്ഷെ അതിനെ സൈക്കോളജിയിൽ ഇതുപോലെ റാങ്ക് നേടിയ ഒരാളെന്നൊക്കെ പറയുമ്പോൾ അവരിത്തരത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടി ആയ ലെനയെ പോലെ ഒരാൾ അതിനെ സയന്റിഫിക് ആയിട്ട് കാണാണ്ട് ഇത്തരത്തിൽ പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വേർഷനിലേക്ക് വരുമ്പോൾ ഈ പാരാസൈക്കോളജിയുടെ അല്ല, ഇത് പുള്ളിക്കാരി സൈക്കോളജി ബേസ് ചെയ്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ പറയുന്നത്. പുള്ളിക്കാരി ഇപ്പോൾ ചോദിക്കുന്നത്, ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സിൽ എനർജി അങ്ങനെ പെരിഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനർജി ഇവിടെ പോകുന്നേക്കണം. ഒരാൾ മരിച്ചു, പക്ഷെ എനർജി ഇവിടെ പോകുന്നേക്കണം. പിന്നെ ഇനി വേറൊരു ഗംഭീരമായിട്ടുള്ള ചോദ്യം പുള്ളിക്കാരി, ആ ചോദ്യം പറഞ്ഞാൽ സാധാരണക്കാരന് മനസ്സിലാവും. ആ ചോദ്യം പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരി ചോദിക്കുന്നത് ബ്രില്യൻ ചോദ്യമാണെന്നാണ്. പുള്ളിക്കാരി ചോദ്യം ചോദിക്കുന്ന ആൾ നൂറ്. പുള്ളിക്കാരിയും ഇതുപോലെ പല ആളുകളെ കണ്ടിട്ടുള്ള ഒരാളാണ്. ഒരു ചെറിയ പെൺകുട്ടിയാണ്, ആ പാവം കുട്ടിയാണ്. ആ കുട്ടിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയോട് ചോദിക്കുന്നത്, നിങ്ങളുടെ 10ാമത്തെ ബർത്ത്ഡേ നിങ്ങൾ ആഘോഷിച്ചിരുന്നു. പക്ഷേ ഞാൻ പറയാണ്, നിങ്ങളുടെ 10ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തെളിയിക്കുന്നു.
ഫോട്ടോസ് എടുത്ത് കാണിച്ചാൽ പോരെ. ഫോട്ടോസ് എടുത്ത് ഫോട്ടോസ് ഇല്ലെങ്കിൽ അപ്പോ കൂടെ ഉണ്ടായിരുന്നവരാരെങ്കിലും സാക്ഷിയായിട്ടുണ്ടാവില്ലേ? അച്ഛൻ, അമ്മ. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞ അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? പിന്നെ 10ാമത്തെ ബർത്ത്ഡേ ഇല്ലെന്ന് പറഞ്ഞു. ഇത് പല റീലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മെമ്മറിയാണ്, ആ മെമ്മറി ഇപ്പൊ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അതില്ല. അതാണ് മറ്റേ റീലിൽ കണ്ടത്. 5ാമത്തെ വയസ്സിൽ ഓർമ്മ നിങ്ങൾക്കുണ്ടോ? 5ാമത്തെ വയസ്സിൽ ഓർമ്മയുണ്ട്. അത് എപ്പോഴാ ഓർമ്മയുള്ളത്? ഇപ്പൊ ഓർമ്മ ഇല്ലെങ്കിലോ? ഇപ്പൊ ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയില്ല. ഇതിന്റെ താഴെ വരാൻ പോണ എന്താണെന്നറിയാമോ? രണ്ടുപേർക്കും തലക്ക് ഭ്രാന്താണുള്ളതെന്നാണ്. അതായത് നമുക്ക് രണ്ടുപേർക്കും. അപ്പൊ ഇതേപോലെയുള്ള കുറെ വാദങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ലെന അതിനകത്ത് വെക്കുന്നത്. വേറെ ഒരു കാര്യവും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് ലെനയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഭാര്യയാണ്. അതിൽ കഥയൊന്നുമില്ല, ഇതിൽ പ്രഗത്ഭരൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ചിന്തകൾ നമ്മളെ സ്വാധീനിക്കുന്നത്, ഇപ്പൊ ഒരു ഉദാഹരണം താങ്കളോട് പറഞ്ഞ VR കൃഷ്ണയ്യർ. VR കൃഷ്ണയ്യർ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നല്ലോ, നിയമമന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ ചില മാർഗങ്ങൾ ഉപയോഗിച്ച് സ്വന്തം ഭാര്യയോട് സംസാരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യും തോന്നും. കാരണം നമുക്കൊരു ഇഷ്ടമുള്ള ആൾ അല്ലെങ്കിൽ കാര്യങ്ങളുള്ള ആൾ അതൊക്കെ തോന്നും. പക്ഷെ അതിനെയൊക്കെ ഇതുപോലെ ഇപ്പം എൻ്റെ അമ്മയെ ഞാൻ വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ല എന്നുള്ളത് നമുക്ക് എൻ്റെ സൗണ്ടിൽ നിന്ന് തന്നെ മനസ്സിലാവും. അപ്പം ഞാൻ ഇപ്പോൾ എത്ര ബുദ്ധിമുട്ടിയാലും അത് മനസ്സിലാവും. അത് നമ്മൾ ഒരാളിലേക്ക് കൂടുതൽ അറ്റൻഷൻ കൊണ്ടാണ്. പക്ഷെ ലെന പറയുന്നത്, ലെന ഇതിനെല്ലാം കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത് മറ്റ് അങ്ങനെയുള്ള ആളുകളുണ്ട് ഇവിടെ എന്നുള്ളതാണ്. ഇപ്പം ചില ആളുകൾക്ക്, ചില ആത്മാക്കൾക്ക് പോകാൻ ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ അവരുടെ അവിടെ തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ചുറ്റും ആത്മാക്കളുണ്ട്. അപ്പോൾ ചുറ്റും ആത്മാക്കളുണ്ട്. പിന്നെ പോകാനുള്ള എനിക്കിതിൽ ഭയങ്കരമായ അനുഭവമുണ്ട്. എനിക്കിതിൽ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു തവണ കോഴിക്കോട് നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് ട്രെയിനിന് വേണ്ടിയാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് ട്രെയിനിന് വരുമ്പോഴത്തേക്കും എൻ്റെ ഓരോ നമ്മുടെ എന്ത് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാന്നുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, സൗത്തിലാണ് നമ്മൾ ഇറങ്ങേണ്ടിയിരുന്നത്. ഒരു പുള്ളി വന്ന് കയറി, ഒരു ഡോക്ടറാണ്, MBBS ഡോക്ടറാണ്, സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. പുള്ളി വന്ന് കയറി എൻ്റെ സൈഡിലിരുന്നു. പുള്ളി ഉറക്കെ സംസാരിക്കുകയാണ്. ഇങ്ങനെ പുള്ളിയോടൊന്ന് പരിചയപ്പെട്ടു പോയി, നമ്മളൊന്ന് കമ്പനി അടിച്ചു പോയി. ആ കമ്പനി അടിച്ചതിന് ശേഷം പുള്ളി ഇങ്ങനെ ഭീകരമായി സംസാരിക്കുകയാണ്. പുള്ളി പറയുന്നത്, ഈ ട്രെയിനിൽ ഇപ്പം നമ്മൾ 3 പേരാണ് ഈ ചെയറിലെന്ന് നിങ്ങൾ വിചാരിക്കരുത്, തൊട്ടിപ്പുറത്തൊക്കെ ഭൂതങ്ങൾ ഇങ്ങനെ നിൽക്കണേന്ന്. ട്രെയിനിൽ പുള്ളി ഡോക്ടറാണ്, MBBS ഡോക്ടറാണ്. പുള്ളി പറയുന്നത് ഭൂതങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മരിച്ചു പോയിട്ടുള്ള ആളുകൾ ഒരിക്കലും മരിക്കുന്നില്ല, അവരുടെ ആത്മാക്കളൊക്കെ ഇങ്ങനെയുണ്ട്. ആത്മാവെന്നല്ല, മറ്റേ ലെനയുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെന പറയുന്നത് ഒരു പ്രത്യേക ഭാഷയാണ്. ലെന പറയുന്നത് അത് മറ്റേ ഈ എനർജി ഇംപ്രിൻ്റ് എന്നാണ്. മനസ്സിലായി? എനർജി ഇംപ്രിൻ്റ്. ഇയാളും ഇതുപോലെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഉറക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഉറക്കെ സംസാരിക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ബോഗിലുള്ള എല്ലാവരും ഇത് കേട്ടിട്ട് അയാളാരും മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ എല്ലാവരും രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാനോണ്ട് വേറെ സുഹൃത്തുമുണ്ട്, അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അതായത് ഇവർക്ക് 3 പേർക്കും ഒരുപോലെ കംപ്ലൈന്റ് ആണല്ലോ എന്നാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്. മറ്റേ ആൾ ആവേശത്തിലാണ്. കാരണം അയാൾ വിചാരിക്കുന്നത് അയാൾ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും കേട്ട് നിൽക്കുകയാണെന്ന്. അയാളുടെ കാര്യത്തിൽ ആൾക്കാർ ഉറപ്പിച്ചു സംഭവിച്ചു. താങ്കളൊക്കെ അറിയോ? ഈ എടപ്പള്ളി വന്നപ്പോൾ വണ്ടി പിടിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ അങ്ങനെ ഒരു ട്രെയിനിൽ നിന്ന് ചാടിയിട്ടില്ല. അതായത് മറ്റേ പ്ലാറ്റ്ഫോം ദൂരെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ഈ ട്രെയിനിൽ നിന്ന് ചാടുമ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ വലിയ ബാഗ് ഉണ്ടെന്ന് താങ്കളത് ആലോചിക്കണം. എൻ്റെ സുഹൃത്ത് ശരിക്കും പറഞ്ഞാൽ ആ ബാഗ് ഞാൻ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവനവിടെ വീണ്, എന്നിട്ട് അവൻ ബാഗ് വിട്ടില്ല. അപ്പോൾ എന്നോടുള്ള ആത്മാർത്ഥമില്ല. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ചാടി. ഇതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നുവരെയും ചെയ്തിട്ടില്ല. ഇന്നുവരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നിട്ട് ഓടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പുറത്ത് വന്നിട്ട് എന്ത് വെച്ചാൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറണമല്ലോ, പിന്നെയും എന്താണ് ഹൈറ്റാണ്. എന്നിട്ട് 2 പേരെയൊക്കെ വിളിച്ച് അവർ 2 പേരും കൂടി എന്നെ പൊക്കിയെടുത്ത് എന്ത് ചെയ്തു, പ്ലാറ്റ്ഫോമിലേക്ക് എന്നിട്ട് അവിടെ നിന്ന് വണ്ടി പിടിച്ചിട്ടാണ് എന്ത് ചെയ്തത്, വീട്ടിലേക്ക് എത്തിയത്. അന്നാണെങ്കിൽ കൊച്ചൊന്ന് സൈക്കിളിൽ നിന്ന് വിട്ട് തല പൊട്ടിയെന്ന് പറഞ്ഞൊരു ഇതൊക്കെ അയച്ചു തന്നു. അപ്പോൾ അയാൾ ഡോക്ടറാണ്, അയാൾ വേദന അയച്ചു തന്നപ്പോൾ അത് കണ്ടു. അങ്ങനെ ഒരു 5 മിനിറ്റ് പുള്ളി ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ബാക്കി ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം, കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് എത്തണ സമയത്ത് മുഴുവൻ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചുറ്റും എന്തുണ്ട്. അപ്പൊ അയാൾ MBBS ഡോക്ടറാണ്. അയാൾ സൗദിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന MBBS ഡോക്ടറാണ്. അയാൾ ഈ കാഞ്ഞിരപറ്റത്താണ് താമസിക്കുന്നത്. അവിടെ ഉറൂസിനെതിരെ പ്രസംഗിച്ചിട്ട് അയാളെ നാട് വിട്ടുപോയുള്ളത്. ഇത് മറ്റേ ഇസ്ലാമികമല്ലെന്നോ എന്തൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് ലാസ്റ്റ് അവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ടായിട്ട് പുള്ളി എന്ത് ചെയ്തു. ഇപ്പൊ വലിയ സമ്പന്നനാണ്, അവിടെ തന്നെ താമസിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ചില പുള്ളി ഇത് കേൾക്കുമായിരിക്കും.
ഈ പ്രേതങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് ഓരോരുത്തരുടെ വിശ്വാസമായിരിക്കാം. പക്ഷെ സയന്റിഫിക് ആയിട്ട് ഇപ്പൊ പരകായ പ്രവേശമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ അഖിൽ പി ധർമ്മജന്റെ ഒരു പുസ്തകമുണ്ട്, 12-ന് ശേഷം, രാത്രി 12-ന് ശേഷം. അതിനകത്ത് പറഞ്ഞു വെക്കുന്നത് കൃത്യമായിട്ടും ഇത് തന്നെയാണ്. ഒരു ആത്മാവ് നശിക്കാറാവുമ്പോൾ പരകായ പ്രവേശം നടത്തുന്നതൊക്കെ, ഇതൊക്കെ കറക്റ്റ് സയൻസ് ആയിട്ടാണ് അവർ അതിൽ അവതരിപ്പിക്കുന്നത് പോലും. അതിൽ സമാനമായിട്ടൊരു സംഭവം ശരിക്കും നടന്നിട്ടുണ്ട്. 11 പേരുടെ ഒരു ആത്മഹത്യ നോർത്ത് ഇന്ത്യയിൽ നടന്നൊരു കാര്യം. അതിൽ MBBS പഠിക്കുന്ന ഒരു കുട്ടി ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഹാങ് ചെയ്ത് മരിച്ചത്. ഇത് നടന്നിട്ടുണ്ടെന്നൊക്കെ പറയണതിന് ഒരു തെളിവുമില്ല. താങ്കൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഇത് നടന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നതിന് ഒരു തെളിവില്ല. പണ്ട് ഈ നാട്ടിൽ മറ്റേ സർപ്പകോപമുണ്ട്, ചാത്തനേറുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തിരുന്നു. ഇപ്പോഴില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ നേരത്തെ യുക്തിവാദി സംഘം എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. ഈ കേരള ശബ്ദത്തിൻ്റെ എഡിറ്റർ, താങ്കളിൽ നന്ദകുമാറിനൊക്കെ അറിയാം, കേരള ശബ്ദത്തിൻ്റെ എഡിറ്റർ സനൽ ഇടപുറകും അതുപോലെയുള്ള ആളുകളൊക്കെ നടത്തിയിരുന്നത്. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ചാത്തനേറൊക്കെ എങ്ങനെ കേരളത്തിൽ നിന്നെന്നറിയാം. ചാത്തനേറുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ അവരെ അറിയിച്ച് അവർ വരും. എന്നിട്ട് അവർ രാത്രി ഉറക്കുളച്ചിരുന്ന് ഈ എറിയുന്നവൻ ആരാണെന്ന് അവർ കണ്ടുപിടിക്കും. അപ്പോൾ ലാസ്റ്റ് ഈ ചാത്തനേറല്ല, ഇത് അപ്പുറത്തെ വീട്ടിലെ ഭാസ്കരനും തൊമ്മിയൊക്കെ കൂടി എറിഞ്ഞാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞാണ് ചാത്തനേറ. അത്തരം സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ട്. ശരിക്കും ഒരു സ്ഥലം വിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചുളുവിലൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സർപ്പത്തിന്റെ ഒരു പ്രതിമ എന്തെങ്കിലും കൊണ്ട് വെച്ചാൽ മതി. എന്തോ ഞാനിപ്പോ നമ്മളിരിക്കുന്ന ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു നായരുടെ പറമ്പ് എന്ന് പറഞ്ഞ പറമ്പുണ്ട്. അത് ഇവിടെ കൊണ്ടുവന്ന് ഒരു കല്ല് വെച്ച്, ആ കല്ലിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛനൊക്കെ അവിടെ നിന്നൊക്കെ തന്നെ പറമ്പിൽ നിന്ന് തേങ്ങ ഇട്ട് മറ്റേ കരിക്കൊക്കെ ഇട്ട് അടിച്ച് പൊട്ടിച്ച് തിന്നുകൊണ്ടിരുന്ന കല്ലാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ ആ കല്ല് ദൈവമെന്ന് പറഞ്ഞു. എന്താ നെറ്റ് എഫക്റ്റ് സംഭവിച്ചതെന്നറിയാമോ? 10 ലക്ഷം രൂപയെങ്കിലും വിലയുള്ള 5 സെന്റ് സ്ഥലം മറ്റേ പുള്ളിക്ക് പോയി കിട്ടി. കാരണം ഇവിടെ അമ്പലം പണിയാൻ വേണ്ടി എന്ത് ചെയ്ത് കൊടുത്ത്. ഇതിന്റെ പിന്നിലൊക്കെ എന്ന് പറഞ്ഞാൽ പല തന്ത്രങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അയാളെ ദ്രോഹിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ ലെന പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലൈഫ് എന്ന് പറയുന്ന ഒരു ബിലീഫ് സിസ്റ്റമാണ് എന്നുള്ളതാണ്. കൂടാതെ ലെന പറയുന്ന അടുത്തൊരു കാര്യം, മരണശേഷവും സ്വഭാവവും മാറുന്നില്ലെന്ന്. മരണശേഷമെങ്കിലും കുറെ പേരുടെ സ്വഭാവം മാറുമെന്ന് നമ്മൾ ചോദിച്ചു. അപ്പൊ അതിലും പ്രതീക്ഷയില്ല. ഏത് ഈ വൃത്തിയുടെ സ്വഭാവം. പിന്നെ പുള്ളിക്കാർ പറയുന്ന ഏറ്റവും വലിയ കാര്യം, മോഷൻ ഡിക്റ്റേറ്റീവ് ക്യാമറകളാണ് പുള്ളിക്കാരുടെ അവിടെ വെച്ചത്. മോഷൻ ഡിക്റ്റേറ്റീവ്. അപ്പൊ അതിൽ ഹ്യൂമൻ ബോഡി ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് വന്ന്, പക്ഷെ പുള്ളിക്കാർ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ലാസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിപ്പോഴും പുള്ളിക്കാരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് കിട്ടുമെങ്കിൽ വിളിക്കാം, നമുക്ക് എടുക്കാം. പുള്ളിക്കാർ പറഞ്ഞാൽ അത് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അത് എന്ത് ചെയ്തു, വേറെ പുള്ളിക്കാരിക്ക് ഇങ്ങനെ കാണുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഇതേപോലെ തന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഫോട്ടോ എടുത്ത് എന്ത് ചെയ്തു, അയച്ചു കൊടുത്തപ്പോൾ പുള്ളി എന്ത് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് പുള്ളിക്ക് ഇത് കാണാമല്ലോ. പുള്ളി നേരെ ഒരു റൗണ്ട് ഇട്ട് എന്ത് ചെയ്തു ഇങ്ങോട്ട് അയച്ചു. അപ്പോൾ ആ റൗണ്ടിനകത്ത് നോക്കിയപ്പോൾ കറക്റ്റ് ഹ്യൂമൻ ബോഡി അവിടെയുണ്ട്, കണ്ടു. ശരിക്കും പറഞ്ഞ ഒരു സിനിമയാണ് എനിക്ക് ഓർമ്മ വന്ന. നീ എന്താ അടിച്ചതെന്ന് ചോദിക്കും. അപ്പൊ സീസൺ ഇല്ലാത്ത പല വെടിവെച്ചും കേൾക്കുമെന്ന് പറയും. മനസ്സിലേ? അതായത് ഇതിനകത്ത് കഥയൊന്നുമില്ല. ഇത് തന്നെ സംയുക്ത വർമ്മ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്. സംയുക്ത വർമ്മ പറയുന്നത് യോഗ പഠിക്കാൻ വേണ്ടിയിട്ട് മദ്രാസ് ബാംഗ്ലൂർ അങ്ങോട്ട് ചെന്ന് നിന്നിരുന്നു. അപ്പം ചെന്ന് നിന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര മുടിയുള്ള ഒരാൾ, പക്ഷേ കാലും കൈയൊന്നുമില്ല, എന്തോ ഭയങ്കര ചോരയിൽ ഇതുള്ള മുഖം, അങ്ങനെയൊക്കെ വന്ന് കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം സംയുക്ത വർമ്മയും അവിടെയുള്ള എല്ലാവരും ഒരുപോലെ ഇത് കണ്ടു. ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ, സംയുക്ത വർമ്മ കണ്ടപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വേറൊരാളാണ്, മുടിയുള്ള നീട്ടി വളർത്തിയ ഒരാളാണ്. പക്ഷെ ബാക്കിയുള്ളവർ കണ്ടപ്പോൾ അത് സംയുക്തയുടെ മുഖമാണ്. അപ്പൊ നീ ഇന്നലെ എഴുന്നേറ്റ് കിടന്നു എന്നൊക്കെയാണ് എന്ത് ചെയ്ത് ചോദിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ മറ്റേ ലോജിക്ക് ഇല്ലായ്മ ഉണ്ടല്ലോ. ഏത് വാഴയാണ് മത്തായിച്ചെന്ന് പറയുമ്പോൾ വാഴക്കെന്താ വാതുറന്ന് ചോദിച്ചൂടെ എന്ന് പറയുന്ന ചിന്താഗതിയാണ്. പക്ഷെ നമ്മൾ ഇതിനൊരു തമാശയായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയുടെ ഒരു താളം തെറ്റിലാണല്ലോ അത് ശരിക്കും. ഇപ്പൊ ഈ പറയുന്ന ലെനയെ പോലെ സാറ് പറഞ്ഞ ഭൂരിഭാഗം ആൾക്കാരും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതില് താളം തെറ്റൽ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റില്ല. ഇതിൽ ലെന ചോദിക്കുന്നുണ്ട്, ലവ് എന്ന് പറയുന്നത് എന്താണ്, അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത 100 കണക്കിന് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. പക്ഷെ അതൊന്നും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ അർത്ഥം ഇല്ല. പിന്നെ ഒരു കാര്യം ഇല്ലെന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യണം? ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനല്ലേ പറ്റുള്ളൂ, ഇല്ലാതെ എങ്ങനെ പ്രൂവ് ചെയ്യണം? ദൈവം ഇല്ല എന്ന് പറയണമെങ്കിൽ ദൈവം ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവം ഇല്ലെന്ന് പ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റണം? ദൈവം ഉണ്ടെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യൂ, അപ്പോഴല്ലേ എന്ത് ചെയ്യുള്ളൂ, ദൈവം ഉണ്ടാവുള്ളൂ. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പൊ തന്നെ ലെന കണ്ട ഒരാളുടെ മറ്റേ ഇംപ്രിന്റിന് ലെന കണ്ട ഇംപ്രിന്റിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഒരു എനർജി ഇംപ്രിന്റിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്?
ജീൻസും ജുബയും ബാഗുമാണ് ഇട്ടത്. അപ്പൊ ഇതെന്താണ്, അങ്ങനെ അല്ലാത്ത ഒരു ആഫ്രിക്കൻ അല്ല, ഞാൻ പറയുന്ന ഒരു ആഫ്രിക്കയിൽ ഉൾനാടുകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരാളെ കാണാത്ത എന്താ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് ഈ പല കാര്യങ്ങളും എന്ത് ചെയ്യും. ഇപ്പം എൻ്റെ വലിയ എഴുത്തുകാരനായിട്ടുള്ള ഒരാൾ, ഞാനിപ്പോൾ പേര് പറയുന്നില്ല, അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, എഴുതിയിട്ടുണ്ടോ എന്ന് സംശയമുള്ളതുകൊണ്ടേ പറയുന്നത്, എന്നോട് പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുമ്പോൾ ആ പിതാവിൻ്റെ കുഴമ്പിൻ്റെയും പിതാവ് ഉപയോഗിക്കുന്ന എണ്ണയുടെയും മണം ആ ദിവസം നമുക്ക് എന്ത് ചെയ്തു, കിട്ടിയിരുന്നു എന്നുള്ളത്. അതൊക്കെ നമ്മുടെ തോന്നലുകളാണ്. കാരണം നമുക്ക് ഒരാളുടെ ഇഷ്ടമുണ്ടാകുമ്പോൾ, അഫക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ അവർ അത്രത്തോളം വളരെ കീനായി ഒബ്സർവ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അതിനകത്ത് എന്ത് ചെയ്യും ഉണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് വിറ്റുപോകാത്തൊരു സാധനമല്ല, ഇത് ഭീകരമായി വിറ്റുപോകുന്നൊരു സാധനമാണ്. കാരണം ഈ ലോക സിനിമ പോലെ, പലപ്പോഴും ഡ്രാക്കുള സിനിമ പോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന കാര്യമെന്ന് പറയുന്നത് കാൽപ്പനികമായിട്ടുള്ള പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്. പേടിയും ഭക്തിയും ഒക്കെ വിറ്റുപോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ലെന ഇത് എന്ത് ചെയ്യുന്നത് പറയുന്നത്. പിന്നെ ലെനക്ക് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണെന്നൊക്കെയുള്ള തോന്നലുണ്ട്. ലെന ഇത് തന്നെ പറയുന്നുണ്ട്, കുറേ ആളുകൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ കണക്ട് ചെയ്യാത്ത ആളുകൾ എന്നെ കളിയാക്കും, എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ, കാരണം മറ്റൊരാളുടെ പെർസ്പെക്റ്റീവ് ആണെന്ന് എന്ത് ചെയ്യും, കാണും എന്നാണ് പറയുന്നത്. മനസ്സിലായ? ലെന മറ്റേ പറഞ്ഞ പോലെ 10ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ബർത്ത്ഡേ, 5ാമത്തെ വയസ്സിൽ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, പക്ഷേ ബർത്ത്ഡേ ആഘോഷിച്ചു, പക്ഷേ ആ ഓർമ്മയുള്ളത് ഇപ്പോഴാണ്, പക്ഷേ ഇപ്പോൾ ആ ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ അപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യവും കുറയല്ല, ആ താക്കോൽ അവിടെ തന്നെ വെച്ചേക്കും. പക്ഷെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ പേഴ്സണലി എനിക്കറിയാവുന്നത്, എൻ്റെ അനിയത്തി അത്യാവശ്യം നല്ല പേടിയുള്ള ആളാണ്, ഇത്തരം കഥകൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ ആളിങ്ങനെ ഹൗസിൽ നിൽക്കുമ്പോൾ രാത്രി വെള്ളിയാഴ്ചകളിൽ മാത്രമേ ഇവള് അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും, അമ്മ കിടക്കല്ലേ, എനിക്ക് 12 മണിക്ക് ഭയങ്കര പേടിയാണ്. 12 മണി, വെള്ളിയാഴ്ച 12 മണി എന്ന് പറയുന്നത് കുട്ടി ചെറുപ്പം പോലെ കേൾക്കുന്നത് അന്ന് പ്രേതം വരുന്ന സമയമാണ്. അപ്പോൾ കല്യാണമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ അനിയൻ, കല്യാണം കഴിക്കുന്ന ആള്, അനിയൻ കുട്ടി വിളിച്ചിട്ട് ഇങ്ങനെ പറയും, ആ ദിവസങ്ങളിൽ അമ്മയുടെ ഡ്യൂട്ടി മാറി അവനായിരുന്നു കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ അവൻ പറയും, 12 മണിയല്ലേ, കുഴപ്പമില്ല, 12 മണി വരെ നീ ഫോൺ വെക്കണ്ട, 12 മണി കഴിഞ്ഞ് 12:01 ശനിയാഴ്ചയായല്ലോ, അപ്പൊ പ്രേതം ഇല്ല, പ്രേതം പോയില്ലോ. അപ്പൊ അവളുടെ മനസ്സ് സമാധാനപ്പെടുകയാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 12 മണി വരെ ഉറങ്ങാണ്ടിരുന്നാല് ആ പ്രേതത്തിന്റെ സമയത്ത് അവർക്ക് ആരെങ്കിലും കൂടെ വേണം. അത്തരത്തിലൊരു പേടി ആദ്യം മുതലേ ഉള്ള ആളെന്റെ പിന്നെ പ്രേതം പൊക്കോളും. അങ്ങനെ ഒന്ന് സമാധാനിപ്പിച്ചു കൊടുത്താല് അവളുടെ മനസ്സ് ഓക്കെ ആവുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു പേടിയൊക്കെ മാറി ഇപ്പൊ ഒരു അമ്മയാണ് ആള്. പക്ഷെ ഇപ്പോഴും ആരെങ്കിലും പറയാണ് അവിടെ നിന്ന് ഇങ്ങനെ ഇന്ന ആള് ഇങ്ങനത്തെ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലീനായിട്ട് പുള്ളിക്കാരി ഒബ്സർവ് ചെയ്യും അത്തരം കാര്യങ്ങൾ. അല്ല, സീരിയസ് ആയിട്ട് ഇനി ഒരു കാര്യം ഞങ്ങളോട് പറയും, മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴുള്ള കുഴപ്പം എന്താണെന്നറിയോ, നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ നമ്മൾ അബ്സോർവ് ചെയ്യപ്പെട്ടത്. താങ്കൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? ഇപ്പോൾ ഉദാഹരണത്തിന് മയക്കുമരുന്ന് ഉപയോഗിക്കാനായിട്ട് ആരെങ്കിലും ക്ലാസ് കൊടുക്കുന്നുണ്ട്? ഇല്ല. ലിക്കർ ഉപയോഗിക്കരുത് എന്ന് ക്ലാസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ ലിക്കർ ഷോപ്പിന് ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആരോഗ്യത്തിന് വലിയ ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആളുകൾ എന്തുകൊണ്ട് മേടിക്കുന്നു? ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതേപോലെ തന്നെ ഈ ലോകത്ത് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നമ്മളെ ബാധിക്കുന്നൊരു കാര്യം, നമ്മളെ കൂടുതൽ ഇത് ചെയ്യുന്നൊരു കാര്യം, സത്യം പറഞ്ഞാൽ താങ്കൾ പറയേണ്ടത് ദൈവത്തെക്കുറിച്ചൊരു സിനിമ എടുത്തിട്ട് ഡ്രാക്കുളയുടെ സിനിമ അത്ര വിജയിക്കില്ല. കാരണം അത് അറിയാമോ, മറ്റത് നന്മകളൊക്കെ ചെയ്തു വരുന്നു, അതിലൊരു പുതുമയില്ല. മറ്റത് ഭയപ്പെടുത്തുന്ന ഹൊറിബിളായിട്ടുള്ള ഈ പറയുന്ന കഥകൾ നമ്മൾ മനസ്സിലേക്ക് എന്ത് ചെയ്യും, കയറി വരും, എടുക്കും. മനസ്സിലായ? ഇപ്പം എനിക്കറിയാം നിരവധി ആളുകളാണ്, ഞാനിപ്പോൾ പറയുന്നില്ല, എൻ്റെ സുഹൃത്തുക്കളിലും ബന്ധുക്കളിലും ഒക്കെ തന്നെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി ഇടിക്കുമെന്നാണ് അവരുടെ വിചാരം. എല്ലാവരുടെയും വിചാരം അങ്ങനെയാണ്, 90%. എന്താ കാര്യം? നമ്മളൊരു 1000 തവണ റോഡ് ക്രോസ് ചെയ്യും, 999 തവണ നമ്മളെ വണ്ടി ഇടിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ 1000 തവണ ഇടിച്ചിട്ടുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ അത്തരത്തിലുള്ള നെഗറ്റീവ് എന്ത് ചെയ്യുന്നവരാണ്, ഉള്ളിലേക്ക് എടുക്കുന്ന ആളുകളാണ്. ആ നെഗറ്റീവ് എടുത്ത് നമ്മളിവിടെ സെല്ല് ചെയ്യാൻ കൃത്യമായിട്ട് കുറച്ചും കൂടി എളുപ്പവുമാണ്. അത് ഏക്കിനൊക്കെ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ 112 ടെക്നിക്ക് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ മെഡിറ്റേഷൻ ഒന്നും ഇപ്പം തന്നെ ഇവിടെ ഹെൽത്ത് ക്ലബ്ബുകളുണ്ട്, ഇവിടെ വലിയ സ്വഭാവങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ടല്ലോ. എന്നിട്ട് എന്താ ആളുകളുടെ ആയുസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒരു കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. നിങ്ങൾ ഇപ്പം എനിക്കറിയാം 100 വയസ്സ് 110 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള മുറ്റമടിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളെ എനിക്കറിയാം. എൻ്റെ ഒരു 10 കൊല്ലം മുമ്പ് വരെ ജീവിച്ചിരുന്ന ആളുകളെ എനിക്കറിയാം. എന്താ കാര്യം? അവര് ഹെൽത്ത് ക്ലബ്ബിൽ പോയില്ലല്ലോ, അവര് മറ്റേ ഇത് ചെയ്തില്ലല്ലോ.
മനസ്സിലായി? നമ്മുടെ ടോട്ടലിയുള്ള ആയുർദൈർഘ്യം കൂടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞ അവരെന്ത് ചെയ്തു? നന്നായിട്ട് പണിയെടുത്തു, അവർ ഭക്ഷണം പണിയെടുത്തു. കഴിച്ചു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ലെനയുടെ ഇന്റർവ്യൂവിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഇവർക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ മെനോപോസ് ഉണ്ടായിരുന്നു, അത്തരത്തിൽ സ്ത്രീകളുടെ 35 വയസ്സ് മുതൽ 50 വയസ്സ് വരെ, അതിലൊക്കെ അവർ പറയുന്നതിൽ കാര്യമുണ്ട്. അപ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളിൽ ഇവർ ചെന്ന് ഡോക്ടേഴ്സിനെ കണ്ടു. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ സപ്ലിമെൻറ്റുകൾ കഴിച്ചു. ആ സപ്ലിമെൻറ്റുകൾ കഴിച്ചപ്പോഴാണ് ഞാൻ പഴയ ലെവലിലേക്ക് വന്നത് എന്നൊക്കെ ഉള്ളത്. ലോകത്തിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റുകളുടെ സെയിലും മെഡിസിൻ്റെ സെയിലുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളില്ലാത്ത രോഗം, ഒരു ഭയമുണ്ടാക്കി രോഗമുണ്ടാകും എന്നുള്ള ചിന്ത ഉണ്ടാക്കി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാണ്? കഴിപ്പിക്കുകയാണ്. ആ കഴിപ്പിക്കുന്ന പ്രക്രിയക്ക് ഈ ഇൻ്റർവ്യൂ കുറച്ച് സഹായിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജുബയും ജീൻസൂട്ട് പോയ ആളാരാണെന്ന് അറിയാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജുബയും ജീൻസൂട്ട് പോയി, കൂടാതെ എന്താണ് ഹ്യൂമൻ ബോഡി ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞൊരാൾ ഇതുണ്ടായിരുന്നു. നമ്മുടെ ചിന്തകൾ, നമ്മൾ കണ്ട് പരിചയിച്ച രീതികൾ, ഇതെല്ലാമാണ്. ഇനി നേരത്തെ തമാശയ്ക്ക് ഞാൻ പറയട്ടെ താങ്കളോട്, യഥാർത്ഥത്തിൽ പ്രേതത്തെ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയാം? വൈറ്റ് അതെ, വെള്ളസാരി. ആൺപ്രേതങ്ങളില്ലായിരുന്നു. ആൺപ്രേതങ്ങളില്ല, അത് ശ്രദ്ധിക്കണം, ആൺപ്രേതങ്ങളില്ല. കൊല്ലുന്നതൊക്കെ ആണുങ്ങളെ. പിന്നെ പഴയ പ്രേതങ്ങൾ മുഴുവൻ ചുണ്ണാമ്പ ചോദിച്ചിരുന്നു. ഇപ്പം നമ്മുടെ ആളുകൾക്ക് അങ്ങനെ പ്രേതത്തെ പേടിയുണ്ട്, പക്ഷെ ചുണ്ണാമ്പിനെ പേടിയില്ല. എന്താണെന്നറിയാമോ? ചുണ്ണാമ്പ് എന്താണെന്ന് പുതിയ തലമുറക്ക് അറിയാൻ പാടില്ല. ചുണ്ണാമ്പ. പക്ഷെ സത്യത്തിൽ ഇപ്പോൾ രാജശേഖരൻ നായർ എന്ന് പറയുന്ന സാർ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം ഈ പ്രേതത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, പണ്ട് ഇതുപോലെ പ്രേതങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കൂടുതലും പ്രേതങ്ങൾ എവിടെയാ? പനയുടെ താഴയിൽ ഇങ്ങനെ എല്ലുകൾ പൊന്തി വരുമ്പോഴാണ് അത് പ്രേതം കൊന്നു കുഴിച്ചിടുന്നതെന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് ഈ ടോർച്ച് ലൈറ്റിന് പകരം മറ്റേ സാധനം അടിച്ച് ഓരോ വീടുകളിൽ പോയിട്ട് ആത്മാഭിമാനമുള്ള ആണുങ്ങൾ അവരുടെ വീടുകളിൽ കയറുന്നവന്മാരെയൊക്കെ ഇതുപോലെ തല്ലിക്കൊന്ന് എവിടെയെങ്കിലും കുഴിച്ചിടും. അത് കുറെ നാൾ കഴിയുമ്പോഴായിരിക്കും കാണുന്നത്. നോക്കുമ്പോൾ പനയില യക്ഷി പിടിച്ചു, ഇതായിരുന്നു പ്രേതം എന്ന് അദ്ദേഹം സിമ്പിളായിട്ട് പറഞ്ഞു. അത് വളരെ കറക്റ്റാണത്. അതിന്റെ പുറകിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ക്രൈം, ഇത്തരം കാര്യങ്ങളൊക്കെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് പല കഥകളും എന്ത് ചെയ്തിരുന്നു. ഇപ്പൊ താങ്കൾക്ക് അറിയുമെന്നറിയില്ല, ഇപ്പോഴും ചങ്ങനാശ്ശേരിയിൽ ഒരു ബിൽഡിംഗ് കിടക്കുന്നുണ്ട്, റെന്റിന് പോകില്ല. എന്താ കാര്യം എന്നറിയോ? അവിടെ റെന്റിന് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെല്ലാം മുടിഞ്ഞു പോയിട്ടുണ്ട്. പ്രേതമായതുകൊണ്ടല്ല, ആ ബിൽഡിംഗ് ഒരു രാശിയില്ലാത്ത. ഇതിപ്പോഴും ജനം വിശ്വസിക്കുകയാണ്. ഈ ജനം വിശ്വസിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? അവിടെ അവർ തമ്മിലൊരു സ്വത്ത് തർക്കമുണ്ട്. ആ സ്വത്ത് തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി അവിടെയുള്ള എല്ലാ ബ്രോക്കർമാർക്കും മദ്യം മേടിച്ചു കൊടുത്ത് ഈ സാധനം പറഞ്ഞേക്കുന്നതാണ്. അപ്പം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം താങ്കളൊരു ബിൽഡിംഗ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ പറയും വിലക്കുറഞ്ഞ് കിട്ടും, പക്ഷെ ഒരു രാശിയില്ലാത്ത ബിൽഡിങ്ങാണ്. അപ്പം നമ്മൾ അത് കേട്ട് പോയാൽ ഓക്കെ. ഇനി നമ്മൾ ഒറ്റ ദിവസം കണ്ടു പറഞ്ഞേ രാശിയല്ലേ, അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ എന്ത് ചെയ്യാം എടുക്കാന്ന് പറയുന്ന നോച്ചു. അപ്പം അടുത്ത ഡയലോഗ് വരും, എന്താണെന്നറിയാം? സാർ എന്നാൽ ഫാമിലിയായിട്ട് ഒന്ന് കാണുന്നു. പെണ്ണുങ്ങൾ കുറച്ചും കൂടി അല്ല പറയേ, ഫാമിലിയായിട്ട് ഒന്ന് കാണുന്നു. ഫാമിലിയായിട്ട് ഒന്ന് കാണുമ്പോൾ എന്ത് പറയുന്നറിയോ? കുഴപ്പമൊന്നുമില്ല, ഇവിടെ 3 പേരെ എടുത്തിട്ട് 3 പേരും മരിച്ചു വേണ്ടിട്ടാന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും അമ്മയോ ഭാര്യയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് കാര്യം ഇരിക്കണം, വേറെ ഏതെങ്കിലും സ്ഥലത്ത് എന്ത് ചെയ്താൽ പോരെ, വാങ്ങിയ പോരെ. ഉറപ്പായിട്ടും വരുന്ന ചോദ്യമാണ്. പിന്നെ ഇനി ആരെങ്കിലും അത് എടുത്തുന്ന് വെച്ചാൽ അവൻ മുടിയോ? എന്താ കാര്യം എന്നറിയോ? മനസ്സിൽ കിടക്കുന്നത് ഇതാണ്, ഞാൻ മുടിഞ്ഞു ഒന്ന്. രണ്ടാമത്തെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ആരെങ്കിലും എറിച്ചത് ബിസിനസ് ചെയ്യില്ല. മുടിഞ്ഞ സ്ഥലം എടുത്തേക്കുന്നവനായിട്ട് ബിസിനസ് ചെയ്താൽ നമ്മൾ. അതുകൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തതാണ്. പക്ഷെ ലെനയുടെ കാര്യത്തിൽ അതല്ല. ലെനയുടെ കാര്യത്തിൽ ഇപ്പൊ ഉള്ളത്, ലെന ആദ്യം തന്നെ മറ്റേ ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ലെനയുടെ 2ാമത്തെ ബുക്ക് പുറത്തേക്ക് വരികയാണ്. പക്ഷെ ലെന ഇത് മനഃപൂർവ്വമായിട്ടൊരു സ്ട്രാറ്റജിയോ ടെക്നിക്കായിട്ടൊന്നും ഉപയോഗിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ലെനയുടെ ഉള്ളിൽ ഇത് പഠിക്കുന്നവർക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ക്ലിനിക്കൽ സൈക്കോളജിയൊക്കെ 5 കൊല്ലം പഠിക്കുന്നവർക്കും അതുപോലെ MSW ഒക്കെ പഠിക്കുന്നവർക്കും, MSW പഠിച്ച നിരവധി പേര് 12 പേര് എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അതിൽ 11 പേർക്കും ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെറുതായിട്ടൊരു 6 മാസത്തെ പേപ്പർ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയാം? അവർ മറ്റുള്ളവരെ കുറിച്ച് റീഡ് ചെയ്യാൻ തുടങ്ങും. അതായത് കാണുമ്പോൾ തന്നെ ഇവനെ എന്തായിരിക്കും ചിന്തിക്കുക, ഇവരുടെ ബോഡി ലാംഗ്വേജ് എന്താണ്, ഇവരുടെ മനസ്സെന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണെന്നറിയാമോ? നമുക്ക് തോന്നും അവർക്കെന്തോ കുഴപ്പമുണ്ട്. മനസ്സിലായ? ഒരാൾ വന്ന് വളരെ പ്ലസൻ്റായി നമ്മളോട് ഓപ്പണായിട്ട് പെരുമാറുന്നതിന് പകരം
അവന് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുകയും നോക്കുകയും പിന്നെ ഇതെന്തായിരിക്കും, പിന്നെ ഓവർ തിങ്കിങ് ആണ്. ആ തിങ്കിങ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട്, സത്യത്തിൽ അവർക്ക് എന്തോ ഉറക്കം കിട്ടുന്നുണ്ട്. അത് സത്യമാണ്. നമ്മളിങ്ങനെ ഡോക്ടേഴ്സിനെ കാണാൻ ചെല്ലുമ്പോൾ കൈ നീട്ടു, വിറക്കുന്നുണ്ടോ, ഇങ്ങനെ തോന്നുന്നുണ്ടോ, അങ്ങനെ തോന്നുന്നുണ്ടോ, ഒരുപാട് തോന്നുന്നുണ്ടോ, ചോദിച്ച് തന്നെ നമ്മൾ ഭ്രാന്താവും അവസാനം. പിന്നെ ഇവിടെ നമ്മുടെ കൊച്ചിയിൽ കുണ്ടന്നൂർ ഭാഗത്ത് പോകുമ്പോൾ ഒരു ചരിഞ്ഞു നിൽക്കുന്ന ഫ്ലാറ്റില്ലേ, അതിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. അവിടെ ഇപ്പോഴും അർജുൻ സാറ് മുകളിൽ കണക്ക് നോക്കുന്നുണ്ടോ. ആ ഒരു സാധനം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ആ ഫ്ലാറ്റ് ഞാനും കാണുന്നില്ലുണ്ട്. നമ്മൾ സ്ഥിരം വരുമ്പോഴത്തേനും ആ പാലം കിടക്കുമ്പോൾ ആ ചരിഞ്ഞു നിൽക്കുന്ന ഫ്ലാറ്റ്, അതിനെപ്പറ്റി ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. അല്ല, അതിൽ കഥയുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ എനിക്ക് ഫ്രീ ആയിട്ട് എഴുതുന്നത്, ഞാൻ എടുത്തോളാം. ആ ബുദ്ധിമുട്ട് ഞാൻ ഏറ്റി, ഞാൻ എടുത്തോളാം. ഞാൻ എന്ത് ചെയ്തോട്ടെ. മറ്റേ അർജുൻ സാർ ഉൾപ്പെടെ തന്നേക്കും. അർജുൻ സാർ അവിടെ 11ാമത്തെ നിലയിൽ, ആരാണെന്ന് എനിക്കറിയില്ല, പുള്ളി 11ാമത്തെ നിലയിൽ തന്നെ എഞ്ചിനീയർ ആയിരുന്നു. ചരിവ് കണ്ടതോടുകൂടി അവിടെ പലപ്പോഴും അതിൽ ഒരുപാട് കഥകൾ അതിന്റെ കമന്റ് സെക്ഷനിൽ വരുന്നുണ്ട്. ഇങ്ങനെ അവിടെ നിൽക്കുന്നു, കാണുന്നു. ഇത്രയും നാളായിട്ട് പുള്ളി കണക്കൂക്കി തീർന്നില്ല ചരിഞ്ഞ ബിൽഡിങ്ങിൽ. ഇപ്പൊ കുറെ ആളല്ലേ പണിയിലൊന്നും ഇല്ലാതെ കിടക്കണേ. അതെ, അദ്ദേഹം അവിടെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് മറ്റേ ടാലി, മറ്റേ EX ജനറേഷൻ നെക്സ്റ്റ്, അങ്ങനെ പുതിയ സോഫ്റ്റ്വെയർ നമുക്ക് കൊണ്ട് കൊടുക്കാം. അങ്ങനെ ഭയങ്കര അല്ല, നമ്മളിപ്പോ മരിച്ച ഒരാളെ അപമാനിക്കണല്ലേ, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഞാൻ പറയണത് എന്തൊക്കെയാണ് ഈ നാട്ടിലെ ആളുകൾ എന്ത് ചെയ്യുന്നറിയാവോ, ഇതൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും. ഞാൻ ഇപ്പൊ താങ്കളോട് പറയുന്നു, താങ്കൾ എന്ത് ചെയ്യും, അതിന്റെ ആളെ കണ്ടെത്തി വിളിച്ചിട്ട് പറയൂ, ഇതേ നമുക്ക് ഒരാൾക്കിട്ടൊരു പണി കൊടുക്കാം. പുള്ളിയുടെ പേര് രതീഷ് ചക്രവാണി എന്നാണ്. പുള്ളിക്ക് ആ സ്ഥലവും മറ്റേ ബിൽഡിങ്ങും കൂടി കൊടുത്ത് നമ്മുടെ തലേന്ന് എന്ത് ചെയ്യും, അർജുൻ സാറിനെയും അദ്ദേഹം എടുത്തോളൂ. പുള്ളിനെ എടുത്തോളൂ. പുള്ളിനെ എടുക്കും 100% കൊടുത്തേക്കും. പുള്ളി ഇപ്പോഴും കണക്ക് പോയിക്കൊണ്ടിരിക്കണല്ലേ. അപ്പൊ എന്തെങ്കിലും കണക്കിൽ തെറ്റുണ്ടെങ്കിൽ അതും പറഞ്ഞു കൊടുക്കാം. കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ അതിനടിയിൽ വന്നിരിക്കുന്ന ഒരു കമന്റ് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത് അതാണ്. അവിടുന്ന് പുക കാണുന്നു, അർജുൻ സാർ നിൽക്കുന്ന കാണുന്നു, രാത്രി കാലങ്ങളിൽ കാണുന്നു എന്നാണ് ഇവര് പറയാ. എടാ എന്റെ പൊന്നു മക്കളെ, അതിനകത്ത് പിള്ളേര് വലിച്ചു വിടുന്ന പുക. ഇതിനകത്ത് അർജുൻ സാർ ഉള്ളതുകൊണ്ട് പോലീസും ചെല്ലൂല, ഓയോ റൂം എടുക്കണ്ട പിള്ളേർക്ക്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ്. ഞാൻ താങ്കളോട് വേറെ കാര്യം പറയട്ടെ. ഈ വാസ്തു ഉണ്ടായില്ല, അതായത് നമ്മൾ ഇത് കണ്ടെത്തണമല്ല, കൃത്യമായിട്ട് ഇത് വീട് വെക്കാനുള്ള സ്ഥലം കണ്ടെത്തണമല്ല. നമ്മുടെ ഇവിടെ ഇപ്പം അതുണ്ട് ഇല്ലേ, ഹൈവേയുടെ സൈഡിൽ സ്ഥലം കിട്ടിയതില്ല, വാസ്തുവില്ല. 3 സെന്റ് സ്ഥലം 2 സെന്റ് സ്ഥലമാണെങ്കിൽ അതില്ല. അതെന്താ? ആ 2 സെന്റ് സ്ഥലത്തും ബിൽഡിംഗ് പണിയല്ലേ, അതിലിവിടെ വാസ്തു നോക്കാനല്ല. ഇല്ല, പോട്ടെ, ഇനി പോട്ടെ, ബാംഗ്ലൂർക്ക് പോയാലോ, വാസ്തുവില്ല. ബോംബെക്ക് പോയിന്ന് വെച്ചോ, ഏത് ബിൽഡിങ് കിഴക്കോട്ടിരിക്കണം പടിഞ്ഞാറോട്ടിരിക്കണം ഒന്നുമില്ല, എങ്ങനെയെങ്കിലും ഒരു ഫ്ലാറ്റ് എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും ഞാൻ താമസിച്ചോളാം. കാരണം അവിടുത്തെ ഏറ്റവും അലപ്രായിട്ടുള്ള ഒരു ഫ്ലാറ്റിന് തന്നെ 1.5 കോടി 2 കോടി രൂപ വരും. അപ്പൊ എങ്ങനെയെങ്കിലും എന്ത് ചെയ്താൽ അവിടെയൊക്കെ താങ്കൾ എന്നിട്ട് വാസ്തു ഗീസ്തു എന്നൊക്കെ പറയണ്ടെങ്കിൽ ഉണ്ടല്ല. എൻ്റെ ബന്ധുക്കളൊക്കെ താമസിക്കുന്നുണ്ട്. അവരൊക്കെ എങ്ങനെ താമസിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ സോഫയാണ്. ആ സോഫ ഇങ്ങോട്ട് വലിക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ അത് ബെഡായി മാറും. അങ്ങനെ 3 ബെഡ്റൂം. അവർക്ക് വേറെ 2 ഫ്ലാറ്റ് ഉണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, വേറൊരു സ്ഥലത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. പക്ഷെ ആ ഫ്ലാറ്റിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതാണ് കോർ ഏരിയയിലിരിക്കണം. ഇത് കോടികൾ വില വന്ന ഫ്ലാറ്റ് ഇതാണ്. കാരണം പക്ഷേ അത് 2 ബെഡ്റൂമാണ്. മറ്റേ 3 ബെഡ്റൂം ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി ദൂരത്തേക്ക് പോകണം, കുറച്ചുകൂടി പോകണം. അതുകൊണ്ട് അവരിവിടെ താമസിക്കണം. അതുകൊണ്ട് നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എത്ര പേര് എന്നാലും താമസിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതേപോലെ ഓരോന്നും എന്ത് ചെയ്യുക, അറേഞ്ച്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് അടുക്കള കിഴക്ക്, എന്നിട്ട് ഒരാൾ ചെന്ന് ഇവിടുന്ന് ഒരാൾ ചെന്നിട്ട് ഇവരോട് പറഞ്ഞ് ഈ അടുക്കളയുടെ രീതി ശരിയല്ലെന്ന് പറഞ്ഞു. അടുക്കള ഇവിടെ തുറന്നിട്ട് അപ്പുറത്തേക്ക് വെക്കണമെന്ന് പറഞ്ഞു. അവിടെ അസോസിയേഷൻകാരുടെ ചെന്നപ്പോൾ ഈ ബിൽഡിങ്ങിൽ തൊടാൻ പറ്റില്ല, തൊട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൂടി താഴേക്ക് വീഴും. 10-40 കൊല്ലമായതാണ്. അതുകൊണ്ട് കേസ് കിടക്കുകയാണ്. അപ്പം അത് വിട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, പോരാ. അടുത്ത വാചകം ഒരാൾ പറഞ്ഞാൽ എന്താണെന്നറിയാമോ, അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ 1.5 കോടിക്ക് ഇരിക്കുന്നേക്കും, ഞാൻ എടുത്തോളാം. ഇതൊക്കെ ഈ പറയണ അഭ്യാസങ്ങളും ആസങ്ങളും ഈ ജുബ്ബയും ടീഷർട്ടും ഇട്ട് ആള് പുറത്തേക്ക് പോകലും ഒക്കെ എന്ത് ചെയ്യും. ഇനി കുറച്ച് കഴിയുമ്പോൾ പിള്ളേർ കാണുന്ന എന്താണ് ആത്മാവ് എങ്ങനെയായിരിക്കും എന്നറിയാം, അല്ലെങ്കിൽ മറ്റേ എനർജി ഇംപ്രിന്റ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ടീഷർട്ടും ജീൻസും ഇട്ടായിരിക്കും. അല്ല, ഇവിടെ എനിക്ക് ഏറ്റവും ഇപ്പൊ ഈ വാസ്തുവിന്റെ കാര്യം പറയുമ്പോൾ തോന്നുന്ന ഒരു സംശയം ഉണ്ടല്ലോ. ഹരി പത്തനാപുരാണെന്ന് തോന്നുന്നു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ വീടിനകത്ത് ഇങ്ങനെ ബാത്റൂമിന്റെ സ്ഥാനം നിശ്ചയിക്കുന്നതൊക്കെ എന്റെ കാര്യം. അപ്പൊ അത്തരത്തിൽ ഒരാൾ സംശയം ചോദിച്ചപ്പോൾ ഹരി പത്തനാപുരം പറഞ്ഞു എന്ന് പറയുന്നു, പണ്ടത്തെ ഈ വാസ്തുശാസ്ത്രത്തിൽ തന്നെ അന്നൊന്നും പണ്ടത്തെ കാലങ്ങളിൽ വീടിനകത്തായിരുന്നില്ല, അറ്റാച്ച്ഡ് ബാത്റൂംസ് ആയിരുന്നില്ല.
പിന്നെ എങ്ങനെയാണ് അന്ന് ഈ ബാത്റൂമിന്റെ സ്ഥാനം വീടിന്റെ റൂമിന്റെ ഇന്ന സ്ഥലത്ത് വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് എങ്ങനെയാണ് നിശ്ചയിക്കാൻ പറ്റുന്നത്? ഈ അരി പത്തനാപുരം സത്യം പറയുന്ന ഒരാളാണ് ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തന്നെ കഴിഞ്ഞോണോ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പരിപാടിക്ക് അദ്ദേഹം പറഞ്ഞത്, കാരണം ഒരു പുള്ളിക്കാരി അദ്ദേഹത്തെ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരി ചോദിച്ചു മാലതി അല്ലേ എന്ന് ചോദിച്ചു. ആ പുള്ളിക്കാരൻ പറഞ്ഞു, എത്ര സിദ്ധിയാണ്, വിളിച്ചപ്പോൾ തന്നെ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് സിദ്ധിയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ട്രൂ കോളറിൽ വന്നതാണെന്ന്. അപ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ ട്രൂ കോളറിൽ വന്നതല്ല എന്താണെന്ന് പറയും. ട്രൂ കോളർ ഇതാണെന്ന് പറയും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താ വെച്ചാൽ, ഞാൻ താങ്കളോട് ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. സൗദി, ഗൾഫ്, മെക്സിക്കോ, അമേരിക്ക, ബ്രിട്ടൻ, കാനഡ ഇവിടങ്ങളിലെല്ലാ ആളുകൾ കേരളത്തിൽ നിന്ന് പോയ പ്രവാസികൾ താമസിക്കുന്നുണ്ടല്ലോ. നോക്കിയിട്ടാണോ? ലേബർ ക്യാമ്പുകളിൽ 25 ലക്ഷം ആളുകളുണ്ടല്ലോ. ക്യാമ്പ് തിരിച്ചു വെക്കാൻ പറയും. ഇങ്ങനെ ഇതിൻ്റെ വാസ്തു ചെറിയ പ്രശ്നമുണ്ട്, ക്യാമ്പ് തിരിച്ചു വെക്കാൻ പറഞ്ഞാൽ നാളെ രാവിലെ നീ ഇവിടെ നിന്ന് സ്ഥലം വിട്ടോന്ന് പറയും. ഇതൊക്കെ നമ്മുടെ സൗകര്യത്തിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മനസ്സിലായ? ഒരു പരിധി വരെ നമ്മുടെ അസുഖങ്ങൾ പോലും നമ്മുടെ സൗകര്യമാണ്. അതായത് നമുക്ക് മറ്റേ ഇതുണ്ട് അതുണ്ട് നമുക്ക് പ്രശ്നമുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്നത് മുഖത്ത് ഈ പറയുന്ന പോലെ എന്തോ കരിവാളിപ്പുണ്ട്, അപ്പം നമുക്ക് ഡെർമറ്റോളജി പ്രൊഫസറെ കാണണമെന്നൊക്കെ തോന്നുന്നത് നമ്മുടെ കയ്യിൽ കാശും സൗകര്യവും ഇതുമൊക്കെ ഉള്ളതാണ്. അതേസമയം 4 പിള്ളേരുണ്ട്, അവർക്ക് ഭക്ഷണം കഴിക്കാൻ കാശില്ലെന്ന് പറഞ്ഞാൽ അമ്മ ഇത് പെട്ടെന്ന് ആലോചിക്കില്ല എന്ന് പറഞ്ഞാൽ, അപ്പം അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ലെന്ന് ചോദിക്കരുത്, ചെയ്തു അതിന് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ചില കുഴപ്പങ്ങൾ കൂടി ഈ കാര്യത്തിൽ എന്തുണ്ട്. അതുകൊണ്ട് ഇടക്ക് മറ്റേ ഉറക്കം കിട്ടാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മറ്റേ ജുബ്ബ ഇട്ടിട്ട് പോണതായിട്ടൊക്കെ പലതും തോന്നും. എനിക്ക് ആകെ എന്നോട് ഇത്ര പറയാനുള്ളത്, ഇത് കേൾക്കുന്ന ആളുകളോട് ഇത്ര പറയാനുള്ളത്, ഇത് വാഴയാണ് മത്തായിച്ച. വാഴ തുറക്കൂല. അതാണ് അതിന്റെ ലോജിക്ക്. നമ്മുടെ ലോജിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മോഹൻലാൽ ആള് ബുദ്ധിമാനാണ്. പുള്ളി ഇത് വായിച്ചിട്ട് എങ്ങനെ എടുക്കണമെന്നൊക്കെ പുള്ളിക്ക് എന്ത് ചെയ്യാം പുള്ളിക്ക് അറിയാം. അതിന് പ്രശ്നമില്ല. പുള്ളിക്ക് ഇത്തരത്തിൽ കുറച്ച് മറ്റേ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് കൊണ്ടിട്ടാ തുറന്നു പറഞ്ഞാൽ പുള്ളിക്കും മറ്റേ ഇങ്ങനെ നിങ്ങൾ ഇവരുടെയൊക്കെ സിനിമകൾ നോക്കിയല്ലോ അറിയാം. ഇപ്പൊ പൃഥ്വിരാജിന്റെ ഒക്കെ സിനിമകൾ, ഈ നയൻ എന്നൊക്കെ പറഞ്ഞ സിനിമ വന്നിരുന്നു, ശ്രദ്ധിച്ചു നോക്കിയില്ല. പൃഥ്വിരാജിന് അങ്ങനെയുള്ള കുറച്ച് മറ്റേ ഇതൊക്കെ ഭയങ്കര താല്പര്യം, കാര്യങ്ങളൊക്കെ ചെറിയതായിട്ട് താല്പര്യമുണ്ട്. പിന്നെ 2-3 പടം പൊട്ടിയപ്പോൾ ആ താല്പര്യം മാറി. അതുകൊണ്ട് എന്ത് ചെയ്തു, മര്യാദക്കുള്ള പടത്തിലേക്ക് പിന്നെ എന്ത് ചെയ്തു, കടുവ എന്നൊക്കെ പറഞ്ഞ സിനിമയിലേക്ക് പോകുന്നു. മോഹൻലാലിനും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, പ്രത്യേക കഥകളൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിസ്മയത്തുമ്പത്ത് അത് പിന്നെ മറ്റു പല കാര്യങ്ങളുണ്ട്, പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞ വിസ്മയത്തുമ്പത്തിലാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നയൻതാരനെ കൊണ്ടത് വയറ്റ് പിടിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്ത് കളർ ഡ്രസ്സൊക്കെ കൊടുത്ത് എന്ത് ചെയ്തു. അല്ല, അതിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് സങ്കല്പത്തിൽ എനിക്ക് കാണാൻ പറ്റണം. അല്ല, ഇത് നമ്മുടെ മനസ്സിന്റെ സങ്കല്പത്തിലേ കാണുള്ളൂ. അല്ലാതെ ആഫ്രിക്കൻ ഗോത്രവർഗത്തിൽ നിന്നുള്ള ഒരാള് മറ്റേ പച്ചിലയിട്ട് പോണ ഒരാളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആത്മാവായിട്ട് കാണില്ല. പിന്നെ അയാൾ ഇവിടെ വരേണ്ട കാര്യമില്ല. പിന്നെ ഇതിൽ ലത പറയുന്നുണ്ട്, കുറെ ആത്മാവിനൊന്നും വിട്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അവർ പോകില്ല എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ ആത്മാക്കളെ കണ്ട് സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ അത്തരം ഇതൊക്കെ നടത്തുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ. എന്റെ പൊന്ന്, ഇതൊക്കെ ഞാനും പറയാ വേണമെങ്കിൽ, ഇതൊക്കെ ബിസിനസ് ആയിട്ട് എടുത്ത് എൻ്റെ അടുത്തൊക്കെ ആളുകൾ വന്നാനേ. ഞാനിവിടെ ഹോർഡിങ്ങിലൊക്കെ ഇരുന്നാനേ ഇങ്ങനെ ചിരിച്ചിട്ട്, മറ്റേ ഗുരു രതീഷ് ചക്രപാണിജി ഇന്ന് എറണാകുളത്ത് എന്ന് പറഞ്ഞിരുന്നാനേ. എൻ്റെ അടുത്ത് 2004 ആളുകൾ വന്നാണ്. നിങ്ങൾ ഗംഭീരമായി സംസാരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം, ഞാൻ 400 പേരുടെ സെമിനാർ എടുക്കുകയും സെമിനാർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആളുകളോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആളുകൾ ഓക്കെ നിങ്ങൾ എങ്ങനെ ഇത് തിരിച്ചറിയുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തു. ഞാൻ തുറന്നു വന്ന് ഇപ്പൊ താങ്കൾ അറിയേണ്ടത്, ഇപ്പൊ നേരത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ള 2-3 പേരോട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ ഇവിടെ വന്നിരുന്നു. ഞാനിപ്പോൾ ആളുടെ പേര് പറയുന്നില്ല, ആൾ വന്നിരുന്നു. ആളെന്നോട് പറയുന്നുണ്ട്, സാർ പറയുന്ന എല്ലാ കാര്യവും കറക്റ്റ് ആവുന്നുണ്ടല്ലോ എന്ന് പറയും. മനസ്സിലായി? കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ ഗൗതം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒബ്സർവേഷൻ വളരെ ഷാർപ്പാണെങ്കിൽ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, പറയുന്ന 10-9 കാര്യവും നടക്കും, കറക്റ്റ് ആവും. ആ കറക്റ്റ് ആകുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ദൈവിക ശക്തിയുമായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യാം, ഹൗഡിനെ പോലെയുള്ള വലിയ മജീഷ്യൻസ് ഉണ്ട്. അവർ യഥാർത്ഥത്തിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി മാറ്റി കാണിച്ചതാണ്. ഏത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ത് ചെയ്തു, മാറ്റിമറിച്ചു. അതായത് നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ അതവിടെ ഇല്ല, ഇല്ല. പിറ്റേ ദിവസം ഓഫർ വന്ന് പുള്ളി എടുത്ത് കോടിക്കണക്കിന് വരാം, നമുക്ക് ഒരുമിച്ച് പിന്നെ ദൈവമായിട്ടുള്ള പരിപാടി എന്ത് ചെയ്യാം, തുടങ്ങാം. അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഇതൊക്കെ പലരും പറയും. അതിൽ കുറെ പേര് വലിയ ഡിഗ്രികളും വലിയ ബുദ്ധിയും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. ഇപ്പം എന്നെ ബുദ്ധിയില്ലാത്ത ഒരാളല്ല. പക്ഷെ ഇതിലേക്ക് നമ്മൾ ആഴത്തിൽ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് എൻ്റെ ഒരു ബന്ധുവുണ്ട്, ഞാൻ പറയുന്നില്ല അത്,
പുള്ളി ശരിക്കും പറഞ്ഞാൽ ഒരു ലൈബ്രറി മൊത്തം വായിച്ചു തീർത്തിട്ടുണ്ട്. പുള്ളിയുടെ വീട് എന്ന് പറഞ്ഞാൽ താങ്കൾ കണ്ട ഞെട്ടിപ്പോവും. ഒരു 3 ബെഡ്റൂം വീടിനകത്ത് ശരിക്കും പുള്ളിക്ക് കിടക്കാൻ സ്ഥലമില്ലേ. മൊത്തം പുസ്തകങ്ങളാണ്. മൊത്തം പുസ്തകങ്ങളാണ്. അതിൽ നിന്ന് പറയുന്നത് നമ്മൾ എടുത്ത പുള്ളി നമ്മളെ കൈവിട്ടു. ആകെ കൊടുത്തോണ്ടിരുന്ന എൻ്റെ ഫാദറിന് മാത്രം. എൻ്റെ ഫാദർ പുള്ളിയുടെ ബ്രദറായിട്ട് വരും. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, പുള്ളി കല്യാണം കഴിച്ച് 1.5 മാസത്തിനകം തന്നെ ഭാര്യ വിട്ടുപോയി. ഭാര്യ സ്ഥലം വിട്ടു. എന്റെ ഫാദർ പുള്ളിയുടെ ബ്രദറായിട്ട് വരും. ആളുടെ പേര് ഞാൻ ഫാദറിന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. അല്ല, വീട്ടിൽ കേൾപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അത് ഡിസ്റ്റന്റ്. ഇയാളുടെ ജീവിതം ഒറ്റക്കായിരുന്നു. പക്ഷെ പുള്ളി അപാരമായ ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു. പുള്ളി വൈറ്റിലെ ലൈബ്രറിയിലൊക്കെ പുള്ളിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. ആ ലൈബ്രറിയൊക്കെ പുള്ളി മുഴുവൻ വായിച്ച് തീർത്തിട്ട് ഇനി ബുക്ക് എവിടെയെന്ന് നേടി അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, പുള്ളി വാതുറക്കില്ല. ആകെ സംസാരിക്കുന്നത് എൻ്റെ ഫാദറിനോട് മാത്രം. എൻ്റെ ഫാദർ ബുക്ക് എടുത്താൽ മാത്രം പുള്ളിയൊന്നും പറയില്ല. കാരണം എൻ്റെ ഫാദർ പുള്ളിനേക്കാൾ മൂത്താണ്. അത് മാത്രമല്ല ഫാദർ ഭയങ്കരമായിട്ട് ചീത്തയൊക്കെ പറയും. അതുകൊണ്ട് എന്ത് ചെയ്യും, ബുക്ക് എടുത്താൽ. വൈഫ് പുള്ളി എന്ത് ചെയ്തു, ഈ സ്ഥലം വിട്ടുപോയി. മനസ്സിലായ? വൈഫിനൊക്കെ മറ്റേ മുളക്, ഉള്ളി, സവാള എന്നൊന്നും പറയുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. പുള്ളി മറ്റേ കാൽപ്പനികതയുടെ അങ്ങേയറ്റത്തുള്ള ലോകത്താണ്. മനസ്സിലായ? MTയുടെ മറ്റേ ഇന്ന കഥാപാത്രം പറയുന്ന പോലെ രാവിലെ മറ്റേ ഒഴുകി വരുന്ന യാഥാർത്ഥ്യവുമായിട്ടൊക്കെ വലിയ ബന്ധമില്ലല്ലോ. മനസ്സിലായ? അങ്ങനെയാണ്. 1.5 മാസം കഴിഞ്ഞപ്പോൾ വൈഫ് സ്ഥലം വിട്ട് പുള്ളി കല്യാണം കഴിച്ചിട്ട്. മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെയൊക്കെയുള്ള പല ആളുകൾ അവർക്ക് അറിവുള്ളവരാണ്. പുള്ളി LIC വലിയ ഉയർന്ന ജോലി ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അത്തരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷെ അവരെല്ലാം പറയുന്ന എല്ലാ കാര്യവും ശരിയാണെന്ന് നമ്മൾ കരുതരുത്. അത്രേ ഉള്ള കാര്യം. ഇപ്പം നമ്മൾ പറയുന്നതിനെ കുറച്ച് പേര് വിശ്വസിക്കാണ്ടുള്ളൂ. ഭൂരിഭാഗം പേര് വിശ്വസിക്കുന്ന മറ്റൊന്നാണ്. ഇപ്പം എന്താ, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നത് സ്വർഗത്തിലും നരകത്തിലും പോകും എന്നുള്ളത്. ക്രിസ്ത്യൻ മതത്തിലും അതുപോലെ തന്നെ, മറ്റേലും അതുപോലെ തന്നെ. അപ്പം അതുപോലെ നമ്മുടെ ഒരു സന്തോഷവും നമ്മുടെ വിശ്വാസവും നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് എന്ത് ചെയ്യുന്നത്. ചിലപ്പോൾ ഇനി കുറെ കഴിയുമ്പോൾ ഞാനും ഇതുപോലെ പല ആളുകളെ കണ്ടു എന്നൊക്കെ എന്ത് ചെയ്തേക്കാം, പറഞ്ഞേക്കാം. എന്താ വെച്ചാൽ നമുക്ക് അവർ വിട്ടുപോകരുത് എന്നുള്ളവർ ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളതായിട്ടോ കൂടെ ഉണ്ടാവുന്നതായിട്ടോ ഒക്കെ നമുക്കൊരു തോന്നലുകൾ ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ക്വാണ്ടം ഫിസിക്സ് ഒന്നും പിടിക്കണ്ട. ക്വാണ്ടം ഫിസിക്സ് ഒക്കെ വേറെ, അത് അതൊന്നും പിടിക്കണ്ട. മനസ്സിലായ? അപ്പൊ പുള്ളിക്കാരി പറയണ ഒരു ബോധമുള്ള എനർജി എന്നാ പറയണം. ഏത്? കോൺഷ്യസ് ആയിട്ടുള്ള എനർജി എന്നാ പറയണം. കോൺഷ്യസ്നെസ് ഉള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആത്മാവിനോട് എങ്ങനെ കമ്മ്യൂണിറ്റി ചെയ്യുക. ആത്മാവ് ആദ്യം ഇംഗ്ലീഷ് പഠിക്കണം, പിന്നെ എനർജി എന്താണെന്ന് പഠിക്കണം, പിന്നെ കോൺഷ്യസ്നെസ് എന്താണെന്ന് പഠിക്കണം. ഇത് എനിക്ക് തോന്നുന്നില്ല, എന്നെ ക്ലിനിക്കൽ സൈക്കോളജി മാത്രം പഠിച്ചതിൻ്റെ ഒരു കുഴപ്പമായിരിക്കണം ഇത്. താങ്കൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഇത് സത്യത്തിൽ ഇത് കൂടുതലായി ഇതിനകത്ത് ആളുകൾ ആലോചിച്ചു പോയാൽ 10ൽ ഒരാൾക്ക് 2 പേർക്കെങ്കിലും വലിയ ചില പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഓവറായി തിങ്ക് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, ഇതാകുന്നു എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഞാനിപ്പോൾ പറയുന്നില്ല, ചില മാധ്യമ സുഹൃത്തുക്കളുണ്ട്, അവർക്ക് ഓവറായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അസുഖം വരുമോ എന്നുള്ള ഭയമാണ് അവരെ നയിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു വളരെ പ്രശസ്തമായിട്ട് മലബാറിൽ നിന്നുള്ള ഒരു മീഡിയ ഹൗസിലുള്ള ഒരു പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞു, എനിക്ക് രോഗം എഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ രോഗമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഇല്ല ഡോക്ടർ, അങ്ങനെ പറയരുത്, എനിക്ക് യഥാർത്ഥത്തിൽ എന്നിട്ട് രോഗമുണ്ട്. എന്നിട്ട് ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് സാധാരണ മറ്റേ വൈറ്റമിൻ ഗുളിക കൊടുത്തു വിട്ട് ഇത് കഴിച്ചാൽ മാറുമെന്ന് തോന്നി. 3 ദിവസം കഴിഞ്ഞ് വന്ന് ഡോക്ടർ എക്സ്റേ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇത് മാറിയെന്ന് തോന്നി. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഈ എക്സ്റേ മാറിപ്പോയെന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോ മാറിയെന്ന് പറഞ്ഞു. എക്സ്റേ വേറെ ആരുടെ പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. എന്താ കാരണം വെച്ചാൽ പുള്ളിക്കറി ഇതിനകത്ത് എന്തില്ലെന്ന്. ഈ ഭയവിഹ്വലതകൾ യഥാർത്ഥത്തിൽ ബിസിനസ്സാണ്. അതിൻ്റെ പിന്നിൽ ചില തന്ത്രങ്ങളുണ്ട്. ഇപ്പം ഇതിപ്പോൾ പുള്ളിക്കാരി അറിഞ്ഞുകൊണ്ട് ഇതാണ് ഞാൻ വിചാരിക്കില്ല. പക്ഷേ ഇന്ത്യയിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു നരേറ്റീവുകൾക്കൊക്കെ ഇനി വലിയ പ്രാധാന്യം കൂടും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മതപരമായ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾ എന്ത് ചെയ്യാനാണ്, കൂടുതൽ തിരിച്ചുവിടാനാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ ബേസിക്കലി അധികാരത്തിലേക്ക് എത്തിക്കാനും അതുപോലെ ഈ പറയുന്ന ഇതിലേക്കുള്ള വലിയ ലോങ് ടേം പോളിസിയാണ്. ഞാൻ വിചാരിക്കുന്നത് ലെന അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ലെന പക്ഷേ ഇത് എന്ത് ചെയ്തുകൊണ്ട് പോയതാണ്. ലെനയുടെ ഒരു ക്ലിപ്പ് കൂടി ഇതിനിടക്ക് കാണിച്ചാലുള്ളതല്ലായിരിക്കും. കാരണം ആ ക്ലിപ്പ് കണ്ട ഏതാണ്ട് ആളുകൾക്ക് കാര്യം മനസ്സിലാവും. ആളുകൾ പിന്നെ പറയും, ആ താക്കോൽ അവിടെ തന്നെ ഇരിക്കട്ടെ, എങ്ങും കൊടുക്കണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ടത് എന്ത് ചെയ്യും. അല്ലാതെ ഇതിനകത്ത് വേറെ കഥയൊന്നുമില്ല. പിന്നെ പുള്ളിക്കാരി മറ്റേ ബുക്കൊക്കെ ചിലവാകട്ടെ, അതിന് കുഴപ്പമില്ല. അല്ല, എഴുത്തുകൾ മനോഹരമാണ്. എഴുത്തുകളൊക്കെ കാൽപ്പനികതകൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുമാണ്. അല്ല, എഴുത്തുകൾ ഞാൻ പറയണത് ഇപ്പൊ ലോക സിനിമ നമുക്ക് കാണാം, ഒരു കുഴപ്പമില്ല. ഞാൻ പോയി കണ്ടതാണ്. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ
അതൊരു കാൽപ്പനികമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് പറയുമ്പോൾ അത് കുഴപ്പമില്ല. മനസ്സിലായി? അല്ലാതെ ഇവിടെ ഇങ്ങനെയുള്ള ആളുകളുണ്ടെന്നും അവർ 250 കൊല്ലത്തോളം ജീവിച്ചിരിക്കുമെന്നും അതിൽ 20 കൊല്ലം സ്പെയിനിലും 20 കൊല്ലം മറ്റേ ബാഴ്സലോണയിലും 20 കൊല്ലം ചിക്കാഗോയിലും 20 കൊല്ലം വന്ന് ഡൽഹിയിലും പിന്നെ അത് കഴിഞ്ഞുള്ള 20 കൊല്ലമാണ് ഞാനിപ്പോൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതെന്നൊക്കെ എന്ത് ചെയ്തത് പറഞ്ഞു കളയരുത്. ഈ പാവം പിടിച്ച കല്യാണിയൊക്കെ തന്നെ ആ പാരകളിലൊന്നും ഊണ് കഴിക്കാതിരിക്കേണ്ടത് ലോകോ ദൈവമൊന്നും അല്ലല്ലോ. അപ്പം അത് സിനിമയാണ്, അതാണെന്നുള്ളത് കാര്യത്തിലേക്ക് എന്ത് ചെയ്യണം, എത്തണം. എനിക്ക് ഈ പറയുന്ന പുള്ളിക്കാരിയോട് അവസാനമായിട്ട് പറയാനുള്ളത്, താങ്കൾ ഈ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ വന്ന് ഈ നൂറിനോടൊക്കെ ഇരുന്ന് ഡയലോഗ് വിടുന്നതിനേക്കാളും നല്ലത് ഒരു 4, 5, 8 എപ്പിസോഡായിട്ട് എന്ത് ചെയ്യും, സ്വന്തമായിട്ട് പറയും, കഥ പറയൂ. കാരണം നമുക്ക് എന്ത് ചെയ്യാം, കേൾക്കാം. പിന്നെ മറ്റേ വീഡിയോ കൂടി ഒന്ന് പുറത്തു വിടുകയത്, മറ്റേ ഹ്യൂമൻ ബോഡി ഡിറ്റക്ട് ചെയ്തിട്ടുള്ള വീഡിയോ, അത് പുള്ളിക്കാരുടെ കയ്യിലുണ്ട്. വട്ടമിട്ട വീഡിയോ. അതുകൊണ്ട് വട്ടമിട്ട വീഡിയോ വട്ടത്തിൽ വീഴട്ടെ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യട്ടെ. പിന്നെ മോഹൻലാലിനോട് എനിക്ക് പറയാനുള്ളത്, ബുക്കുകൾ നമുക്കും കൂടി സജസ്റ്റ് ചെയ്യണമെന്നാണ്.